ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലെഡ്ജർ എന്താണെന്നാണ്. അതേപോലെ തന്നെ പോസ്റ്റിങ്ങും ലെഡ്ജറിലേക്ക് നമ്മൾ എങ്ങനെ പോസ്റ്റ് ചെയ്യാം എന്നുള്ളതുമാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പം നമ്മൾ ജേണൽ എന്താണെന്ന് പഠിച്ചു. ഇനി നമ്മൾ നോക്കുന്നത് ലെഡ്ജർ എന്താണെന്നാണ്. ഓക്കെ, ലെഡ്ജർ. All transactions of similar nature should be brought together at one place. This means that transaction should be classified according to nature. This is done in ledger. അതായത് ജേണലിൽ നമ്മൾ ചെയ്തത് ഈ ട്രാൻസാക്ഷൻസിനെയൊക്കെ നമ്മൾ എന്താണ് ജേണൽ എൻട്രി ആയിട്ട് എഴുതിയതാണ് നമ്മൾ ജേണലിൽ ചെയ്തത്. ഇനി ഈ ജേണൽ എൻട്രി ആയിട്ട് എഴുതിയത് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൽ സിമിലർ നേച്ചർ ഉള്ളതിനെ നമ്മൾ ഒരു പ്ലേസിലേക്ക് കൊണ്ടുവരുന്നു. അതായത് ഒരേ നേച്ചറുള്ള, ഇപ്പോൾ ക്യാഷ് അതായത് നമ്മൾ ജേണൽ എഴുതിയതിലൊക്കെ ക്യാഷ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ ക്യാഷിനൊക്കെ ഒരു പ്ലേസിലേക്ക് കൊണ്ടുവരുന്നു, സെയിൽസിനൊക്കെ ഒരു പ്ലേസിലേക്ക് കൊണ്ടുവരുന്നു, പർച്ചേസിനൊക്കെ ഒരു പ്ലേസിലോട്ട് കൊണ്ടുവരുന്നു. അങ്ങനെ സിമിലർ നേച്ചർ ഉള്ളതിനെ ഒരൊറ്റ പ്ലേസിലേക്ക് കൊണ്ടുവരുന്ന കാര്യമാണ് നമ്മൾ ഈ ലെഡ്ജറിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പം നോക്കാം. ലെഡ്ജർ മീൻസ് എ ബുക്ക് ഇൻ വിച്ച് വേരിയസ് അക്കൗണ്ട്സ് ആർ കെപ്റ്റ്. അതായത് ലെഡ്ജർ എന്ന് പറഞ്ഞാൽ ഒരുപാട് ബുക്സ് എന്താണ് കീപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരുപാട് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുന്ന ഒരു ബുക്കാണ് ലെഡ്ജർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സമ്മറി ഓഫ് സിമിലർ ട്രാൻസാക്ഷൻ അറ്റ് വൺ പ്ലേസ്. ഒരേ നേച്ചറുള്ള ട്രാൻസാക്ഷൻസിന്റെ സമ്മറിനെയാണ് നമ്മൾ ലെഡ്ജർ എന്ന് പറയാം. ഒരേ നേച്ചറുള്ള ട്രാൻസാക്ഷൻസിന്റെ അല്ലെങ്കിൽ എന്താണ് ഒരേ സിമിലർ നേച്ചർ ഉള്ളതിനെ ഒരു സ്ഥലത്തോട്ട് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ഒരു ബുക്കിലേക്ക് ആക്കുന്നതിനെയാണ് നമ്മൾ ലെഡ്ജർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ബുക്ക് ഓഫ് ഫൈനൽ എൻട്രി ഓർ സെക്കൻഡറി എൻട്രി. നമുക്കറിയാം ജേണലിൽ നമ്മൾ ബുക്ക് ഓഫ് പ്രൈം എൻട്രി എന്ന് പറയുന്നത്, അതായത് ഫസ്റ്റ് എൻട്രി ആണ് നമ്മൾ ജേണൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ അതായത് ലെഡ്ജറിനെ നമ്മൾ ബുക്ക് ഓഫ് ഫൈനൽ എൻട്രി അല്ലെങ്കിൽ സെക്കൻഡറി എൻട്രി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ലെഡ്ജർ എന്ന് പറഞ്ഞാൽ സിമിലർ നേച്ചർ ഉള്ള ട്രാൻസാക്ഷനെ അല്ലെങ്കിൽ സിമിലർ നേച്ചർ ഉള്ള ഐറ്റത്തിനെ നമ്മൾ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലെഡ്ജർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ ലെഡ്ജർ എന്ന് പറയുന്നത്. ഇനി നോക്കാം, എന്താണ് പോസ്റ്റിംഗ്. ഓക്കെ, പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജേണൽ പറയുമ്പോൾ തന്നെ നമ്മൾ ജേണലൈസിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ജേണലൈസിങ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ജേണലിൽ ഈ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ജേണലൈസിങ് എന്ന് പറയാം. അപ്പൊ അതേപോലെ തന്നെ ഈ ലെഡ്ജറിലേക്ക് നമ്മൾ ജേണൽ എൻട്രി നോക്കിയിട്ട് നമ്മൾ ലെഡ്ജറിലേക്ക് നമ്മൾ അത് എഴുതുന്ന ആ പ്രോസസ്സിനെയാണ് പോസ്റ്റിംഗ് എന്ന് പറയാം. ഇറ്റ് റെഫേഴ്സ് ടു ദി പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ഫ്രം ജേണൽ ടു ലെഡ്ജർ. ജേണലിൽ നിന്ന് ലെഡ്ജറിലോട്ട് നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയാ, പോസ്റ്റിംഗ് എന്ന് പറയാം. ജേണലിൽ നിന്ന് ലെഡ്ജറിലേക്ക് ഈ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയാ, പോസ്റ്റിംഗ് എന്ന് പറയാം. അപ്പൊ ആദ്യം നമ്മൾ ജേണലിൽ എഴുതണം, അതിനുശേഷം നമ്മൾ ലെഡ്ജറിലോട്ട് അതിനെ പോസ്റ്റ് ചെയ്യും. അപ്പൊ ഈ ഒരു പ്രോസസ്സ് ജേണലിൽ നിന്ന് നോക്കിയിട്ട് നമ്മൾ ലെഡ്ജറിലേക്ക് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് എന്ത് പറയാ, പോസ്റ്റിംഗ് എന്ന് പറയാം. ഇനി നോക്കാം. ഈച്ച് ലെഡ്ജർ ഈസ് ഡിവൈഡഡ് ഇൻടു 2 പാർട്സ്. എല്ലാ ലെഡ്ജറും മെയിൻ ആയിട്ട് നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും. 2 പാർട്ടായിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. അതിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഉണ്ട്, റൈറ്റ് ഹാൻഡ് സൈഡ് ഉണ്ട്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിന് നമ്മൾ ഡെബിറ്റ് എന്നും റൈറ്റ് ഹാൻഡ് സൈഡിന് നമ്മൾ ക്രെഡിറ്റ് എന്നുമാണ് പറയാം. ഈച്ച് ലെഡ്ജർ ഈസ് ഡിവൈഡഡ് ഇൻടു 2 പാർട്സ്. അതായത് മെയിൻ ആയിട്ട് 2 പാർട്സ് ആയിട്ട് തിരിക്കുന്നുണ്ട്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് is debit, right hand side is credit. അതായത് ലെഫ്റ്റ് സൈഡിന് നമ്മൾ ഡെബിറ്റ് എന്നും റൈറ്റ് സൈഡിനെ നമ്മൾ ക്രെഡിറ്റ് എന്നും പറയുന്നുണ്ട്. ഓക്കെ, ഇനി അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു മെയിൻ ആയിട്ട് 2 ആയിട്ട് തിരിക്കുന്നുണ്ട്. ഇതിനെ തന്നെ വീണ്ടും 4 ആയിട്ട് നമ്മൾ തിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ലെഡ്ജറിന്റെ ഫോർമാറ്റ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. നോക്കുക, ഡേറ്റ് തന്നിട്ടുണ്ട്, പെർട്ടിക്കുലേഴ്സ് തന്നിട്ടുണ്ട്. JF എന്നത് ജേണൽ ഫോളിയോ ആണ്. നമുക്കറിയാം നമ്മൾ ജേണലിൽ LF അഥവാ ലെഡ്ജർ ഫോളിയോ ആണ് എഴുതിയത്. അപ്പൊ അതേ ലെഡ്ജർ ഫോളിയോ പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ലെഡ്ജറിൽ നമ്മൾ ജേണൽ വരയ്ക്കുന്ന സമയത്ത് LFന്റെ അടുത്ത് നമ്മൾ എഴുതേണ്ട എന്താണ് ലെഡ്ജറിൽ എത്രാമത്തെ പേജ് ആണോ അതാണ് നമ്മൾ അവിടെ കാണിക്കുക. അതേപോലെ ഇവിടെ JF അതായത് ജേണൽ ഫോളിയോ എന്ന് പറയുന്നത് ജേണലിൽ എത്രാമത്തെ നമ്പർ ആയിരുന്നു അതായിരിക്കണം നമ്മൾ ഈ ജേണൽ ഫോളിയോയിൽ കാണിക്കേണ്ടത്. ഓക്കെ,
ദെൻ എമൗണ്ട്. റൈറ്റ് സൈഡിൽ ഒന്നുണ്ട് ഡേറ്റ്, സെയിം തന്നെയാണ് ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്, ജേർണൽ ഫോളിയോ, എമൗണ്ട്. ഓക്കെ, ഇത് നമുക്ക് എന്താണ് 1-2 ട്രാൻസാക്ഷൻസ് നമ്മൾ ലെഡ്ജറിലോട്ട് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഇതിന്റെ ഫോർമാറ്റ് ഓർത്തിരിക്കുക. മുകളിൽ എന്താണ് ലെഫ്റ്റ് സൈഡിൽ ഡെബിറ്റ്, റൈറ്റ് സൈഡിൽ ക്രെഡിറ്റ്. ദെൻ നമ്മൾ ലെഡ്ജർ എന്നല്ല നമ്മൾ സാധാരണ ഒരു അക്കൗണ്ട് വരക്കുമ്പോൾ, ഇപ്പോൾ ക്യാഷ് അക്കൗണ്ട് ആണെങ്കിൽ ക്യാഷ് അക്കൗണ്ട് തന്നെ മുകളിൽ എഴുതും. ഓക്കെ, ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്, ജേർണൽ ഫോളിയോ, എമൗണ്ട്. ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്, ജേർണൽ ഫോളിയോ, എമൗണ്ട്. ഓക്കെ, നമ്മൾ ജേർണൽ എൻട്രി നോക്കിയിട്ടാണ് ഇതിൽ എന്ത് ചെയ്യുന്നത്, പോസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു ജേർണലിൽ നിന്ന് ലെഡ്ജറിലോട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ജേർണൽ നോക്കിയിട്ടാണ് നമ്മൾ ഇതിലോട്ട് പോസ്റ്റ് ചെയ്യാം. ഇനി നോക്കി നേച്ചർ ഓഫ് ബാലൻസ് ഇൻ ലെഡ്ജർ അക്കൗണ്ട്, അതായത് ലെഡ്ജർ അക്കൗണ്ടിന്റെ ബാലൻസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇത് നമ്മൾ ആദ്യം എന്താണ് അക്കൗണ്ടിങ് ക്ലാസ്സിന്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെയിൻ ആയിട്ട് നമ്മൾ അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ, ഇൻകം, എക്സ്പെൻസ്. അതിൽ നമുക്കറിയാം അസറ്റും എക്സ്പെൻസിനും എന്ത് ബാലൻസ് ആണ്, ഡെബിറ്റ് ബാലൻസ് ആണ്. കാരണം അത് അസറ്റും എക്സ്പെൻസും ഡെബിറ്റ് ആവുന്ന സമയത്താണ് അത് ഇൻക്രീസ് ആവുന്നത്, അല്ലെങ്കിൽ ഡെബിറ്റ് ചെയ്യുമ്പോഴാണ് ഇൻക്രീസ് ആവുന്നത്. അപ്പോൾ അസറ്റിനും എക്സ്പെൻസിനും ഡെബിറ്റ് ബാലൻസ് ആണ്. ഓക്കെ, അപ്പൊ ഡെബിറ്റ് സൈഡ് ആയിരിക്കും അസറ്റിനും എക്സ്പെൻസിനും എപ്പോഴും കൂടി നിൽക്കുക. ഡെബിറ്റ് ബാലൻസ് ആണ് അസറ്റിനും എക്സ്പെൻസിനും. ഇനി നോക്കാം ഡെബിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡ്. ഓക്കെ, ലയബിലിറ്റി, ക്യാപിറ്റൽ, ഇൻകം. റവന്യൂ എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻകം ആണ്. ലയബിലിറ്റി, ക്യാപിറ്റൽ, ഇൻകത്തിന് എന്ത് ബാലൻസ് ആണ്, ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പൊ ക്രെഡിറ്റ് സൈഡ് ആയിരിക്കും ഇത് കൂടുതലായിട്ട് നിൽക്കുക. ഓക്കെ, അപ്പോൾ അസറ്റിനും എക്സ്പെൻസിനും ഡെബിറ്റ് ബാലൻസ് ആണ്. ലയബിലിറ്റി, ക്യാപിറ്റൽ, ഇൻകത്തിന് എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആണ്. ഇവിടെ നമ്മൾ ഡെബിറ്റ് ബാലൻസ് അല്ലെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറയുന്നത് ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ ഡെബിറ്റ് സൈഡ് ആയിരിക്കും ക്രെഡിറ്റ് സൈഡിനേക്കാൾ കൂടി നിൽക്കുന്നത്. ഓക്കെ, ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് സൈഡിലെ എമൗണ്ട് ആയിരിക്കും ഡെബിറ്റ് സൈഡിനേക്കാൾ കൂടുതലായിട്ട് നിൽക്കുന്നത്. നമ്മൾ സാധാരണ ഒരു ലെഡ്ജർ അക്കൗണ്ട് നമ്മൾ ബാലൻസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്ന വെച്ചാൽ, നമ്മൾ ഇപ്പോൾ എന്താണ് ട്രാൻസാക്ഷൻസ് നോക്കി ഇവിടെ പോസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. ഇവിടെ 2 എന്താണ് ട്രാൻസാക്ഷൻസ് പോസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യുക എന്ത് ചെയ്യും, ഇവിടുത്തെ 2 എമൗണ്ടും നമ്മൾ ആഡ് ചെയ്യും. എന്നിട്ട് നോക്കും ഏതാണോ വലുത്, അതാണ് നമ്മളിവിടെ ടോട്ടലായിട്ട് എഴുതുക. ഫോർ എക്സാമ്പിൾ ഇതിപ്പോൾ ഒരു എന്താണ് 20,000 കിട്ടുന്നെന്ന് വിചാരിക്കാം. ഈ സൈഡ് 20,000 കിട്ടുന്നെങ്കിൽ ഇവിടെ നമ്മൾ 20,000 തന്നെ എഴുതും. ഓക്കെ, അതായത് ഏതാണോ കൂടുതലുള്ള എമൗണ്ട് ആ എമൗണ്ട് ആണ് നമ്മൾ ടോട്ടലായിട്ട് എഴുതുക. ഓക്കെ, ഇപ്പോൾ റൈറ്റ് സൈഡിലാണ് ഇവിടെ കൂടുതലെങ്കിൽ ഇതാണ് 20,000 വരുന്നതെങ്കിൽ ആ 20,000 നമ്മൾ ടോട്ടൽ ചെയ്തിട്ട് എഴുതും. ഇനി ഇവിടെ നമുക്ക് ഇത് രണ്ടും ആഡ് ചെയ്യുന്ന സമയത്ത് 10,000 രൂപയാണ് കിട്ടുന്നതെങ്കിൽ, ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ 10,000 രൂപയാണ് കിട്ടുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ ഇപ്പൊ ഈ അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്, കാരണം ക്രെഡിറ്റ് സൈഡാണ് ഇത് കൂടുതൽ നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു 10,000 രൂപ കുറവുണ്ട്. ആ 10,000ത്തിന് നമ്മൾ ഇവിടെ കാണിക്കുന്നത് ബാലൻസ് C/D, അതായത് ബാലൻസ് ക്യാരി ഡൗൺ. എത്രയാണ്? 10,000. ഈ 10,000 എങ്ങനെയാ കിട്ടിയത്? ഈ ടോട്ടൽ ആയിട്ടുള്ള 20,000ത്തിൽ നിന്ന് ഇവിടെയുള്ള എമൗണ്ട് കുറയ്ക്കുക. ഓക്കെ, ഇവിടെയുള്ള എമൗണ്ട് കുറയ്ക്കുമ്പോൾ ബാലൻസ് വരുന്നതാണ് ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറയുന്നത്. അപ്പോൾ ബാലൻസ് ക്യാരി ഡൗൺ 10,000 രൂപ വരും. ഇനി നമ്മൾ ചെയ്യേണ്ടത്, സാധാരണ ഒരു ലെഡ്ജർ അക്കൗണ്ട് നമ്മളിങ്ങനെയാണ് ബാലൻസ് ചെയ്യുക. ഇനി ഇവിടെ നമ്മൾ ഡെബിറ്റ് സൈഡിലാണ് ടു ബാലൻസ് ക്യാരി ഡൗൺ വരുന്നതെങ്കിൽ നെക്സ്റ്റ് മന്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത് നമ്മൾ ബ്രോ ഡൗൺ ചെയ്യണം. ബ്രോ ഡൗൺ ചെയ്യുന്ന വെച്ചാൽ ഇവിടെ ഡെബിറ്റിലാണ് നമ്മൾ ക്യാരി ഡൗൺ ചെയ്തതെങ്കിൽ നെക്സ്റ്റ് മന്തിൽ നമ്മൾ എവിടെ ഇരിക്കണം? ക്രെഡിറ്റിലായിരിക്കണം ബാലൻസ് ബ്രോ ഡൗൺ ചെയ്യേണ്ടത്. നമുക്കൊന്ന് ഒരു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ പറയുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഡെബിറ്റ് സൈഡാണ് ടു ബാലൻസ് ക്യാരി ഡൗൺ ഇവിടെ 10,000 രൂപ കാണിച്ചത്. നെക്സ്റ്റ് മന്ത് ആവുന്ന സമയത്ത് ഇവിടെ ഡെബിറ്റ് ആണെങ്കിൽ നെക്സ്റ്റ് മന്ത് നമുക്കത് ക്രെഡിറ്റിലായിരിക്കണം ബാലൻസ് ബ്രോ ഡൗൺ വരുന്നത്. അപ്പോൾ ഇവിടെ എന്ത് വരും? ബൈ ബാലൻസ് ബ്രോ ഡൗൺ എത്ര? 10,000. ബൈ ബാലൻസ് ബ്രോ ഡൗൺ 10,000. ഇങ്ങനെയാണ് നമ്മൾ ഇത് ബാലൻസ് ചെയ്യുക. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു ജേർണൽ നോക്കിയിട്ട് ലെഡ്ജറിലോട്ട് പോസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം.
ഓക്കെ, അപ്പം ഞാനിവിടെ കുറച്ച് ജേർണൽ എൻട്രി എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് പോസ്റ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഈ ജേർണൽ എൻട്രി നോക്കിയാൽ ഞാനിവിടെ ഡയറക്റ്റ് ജേർണൽ എൻട്രി ആണ് തന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് എന്താണ് ട്രാൻസാക്ഷൻസ് തന്നിട്ട് ജേർണൽ എഴുതിയ ശേഷം ലെഡ്ജറിലോട്ട് പോകാം. ഓക്കെ, നോക്കാം. ഡേറ്റ് തന്നിട്ടുണ്ട്. ദെൻ ഫസ്റ്റത്തെ ജേർണൽ എൻട്രി എന്ന് പറയുന്നത് ക്യാഷ് അക്കൗണ്ട് അപ്ലൈ ടു ക്യാപിറ്റൽ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇവിടെ 2 അക്കൗണ്ട് വരുന്നുണ്ട്. ഒന്ന് ക്യാഷ് അക്കൗണ്ടും വരുന്നുണ്ട്, ഒന്ന് ക്യാപിറ്റൽ അക്കൗണ്ടും വരുന്നുണ്ട്. അപ്പോൾ ഈ 2 അക്കൗണ്ടും നമ്മൾ എന്ത് ചെയ്യണം? ലെഡ്ജർ അക്കൗണ്ട് വരക്കണം. ക്യാഷ് അക്കൗണ്ടും വരക്കണം, ക്യാപിറ്റൽ അക്കൗണ്ടും വരക്കണം. ഇനി നോക്കി രണ്ടാമത്തെ ട്രാൻസാക്ഷൻ നോക്കാം. പർച്ചേസ് അക്കൗണ്ട് അപ്ലൈ ടു ക്യാഷ്. ഓൾറെഡി ക്യാഷ് അക്കൗണ്ട് നമ്മൾ പറഞ്ഞു, ക്യാഷ് അക്കൗണ്ട് ഒന്ന് വരക്കണം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതേ ക്യാഷ് അക്കൗണ്ടിലാണ് ഇത് പോസ്റ്റ് ചെയ്യേണ്ടത്. പിന്നെ ഏത് അക്കൗണ്ട് വരക്കണം? പർച്ചേസ് അക്കൗണ്ട് വരക്കണം. ഓക്കെ, മൂന്നാമത്തെ നോക്കിയേ ക്യാഷ് അക്കൗണ്ട് അപ്ലൈ ടു സെയിൽസ്. ക്യാഷ് അക്കൗണ്ട് ഓൾറെഡി നമ്മൾ വരക്കുന്നുണ്ട്. ഇനി ഏത് അക്കൗണ്ട് വരക്കണം? സെയിൽസ് അക്കൗണ്ട് വരക്കണം. ഓക്കെ, ദെൻ പർച്ചേസ് അക്കൗണ്ട് അപ്ലൈ ടു ജയൻ. പർച്ചേസ് അക്കൗണ്ട് നമ്മൾ ഓൾറെഡി വരക്കുന്നുണ്ട്, അതിൽ തന്നെയാണ് ഈ പർച്ചേസ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ദെൻ ജയൻസ് അക്കൗണ്ട് വരക്കണം. ദെൻ രാജൻസ് അക്കൗണ്ട് അപ്ലൈ ടു സെയിൽസ്. അപ്പോൾ രാജൻ്റെ അക്കൗണ്ട് വരക്കണം. ദെൻ സെയിൽസിൻ്റെ അക്കൗണ്ട് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്ര അക്കൗണ്ട് വരക്കണം? ക്യാഷ് അക്കൗണ്ട്. ഏതൊക്കെ അക്കൗണ്ട് വരക്കണം? ക്യാഷ് അക്കൗണ്ട് വരക്കണം, ക്യാപിറ്റൽ അക്കൗണ്ട് വരക്കണം, പർച്ചേസ് അക്കൗണ്ട് വരക്കണം, സെയിൽസ് അക്കൗണ്ട് വരക്കണം, രാജൻസ് അക്കൗണ്ട് വരക്കണം, ജയൻസ് അക്കൗണ്ട് വരക്കണം. അപ്പം നമുക്ക് വേഗം തന്നെ ഫസ്റ്റ് നമുക്ക് ഏത് അക്കൗണ്ട് വരക്കാം? ക്യാഷ് അക്കൗണ്ട് വരക്കാം. ഓക്കെ, ക്യാഷ് അക്കൗണ്ട് വരക്കാം. ക്യാഷ് അക്കൗണ്ട് കുറച്ച് വലുതായിട്ട് വരക്കാം, കാരണം കുറച്ച് ഐറ്റംസ് എഴുതാനുണ്ടല്ലോ. ദെൻ ഫസ്റ്റ് ഡെബിറ്റ്, ക്രെഡിറ്റ്, ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്, ജേർണൽ ഫോളിയോ, എമൗണ്ട്, ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്, എമൗണ്ട് നമുക്ക് ചെറുതായിട്ട് എഴുതി കാണിക്കാം. ഓക്കെ, ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്, ജേർണൽ ഫോളിയോ, എമൗണ്ട്, ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്, ജേർണൽ ഫോളിയോ, എമൗണ്ട്. ഓക്കെ, ആദ്യം നമുക്ക് ക്യാഷ് അക്കൗണ്ടിൽ എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ, ഫസ്റ്റത്തെ എന്താണ് ജേർണൽ എൻട്രി എന്നത് ക്യാഷ് അക്കൗണ്ട് അപ്ലൈ ടു ക്യാപിറ്റൽ എന്നാണ്. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ നോക്കുക, ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് എന്നാണ് അവിടെ ഉള്ളത്. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ ഇവിടെ നമ്മൾ നോക്കേണ്ടത് എന്താണ്, നമുക്ക് തന്നിട്ടുള്ള ക്യാഷ് അക്കൗണ്ട് അപ്ലൈ ടു ക്യാപിറ്റൽ. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ ടു ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് ഡെബിറ്റ് സൈഡിലാണ് നമ്മൾ കാണിക്കുക. അപ്പോൾ നോക്കുക, എൻട്രി നോക്കുക, ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ എന്നാണ്. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ ടു ക്യാപിറ്റൽ, ടു എന്നല്ലേ, ടു ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുക. ക്യാഷ് അക്കൗണ്ട് അവിടെ ഡെബിറ്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളത് ഏതാണോ അതിന് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ വരുന്നത് ടു ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് ഡെബിറ്റ് സൈഡിലാണ് വരുന്നത്. ഡെബിറ്റ് സൈഡിൽ, അതായത് ഡെബിറ്റ് ആണ് ടു ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് കാണിക്കുക. അപ്പൊ ക്യാഷ് അക്കൗണ്ടിൽ ടു ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് എത്ര കാണിക്കണം? 10,000 രൂപ കാണിക്കണം. മനസ്സിലായോ? ക്യാഷ് അക്കൗണ്ടിൽ ടു ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഡെബിറ്റ് സൈഡാണ് വരിക. ഇനി രണ്ടാമത്തെ നോക്കിയേ, ജൂലൈ 5 പർച്ചേസ് അക്കൗണ്ട് അപ്ലൈ ടു ക്യാഷ്. പർച്ചേസ് അക്കൗണ്ട് അപ്ലൈ ടു ക്യാഷ്. ക്യാഷ് അക്കൗണ്ട് വരുന്നുണ്ടല്ലേ, ക്യാഷ് അക്കൗണ്ടിൽ കാണിക്കണം. ഇനി നോക്കിയേ, ടു ക്യാഷ് എന്നാണ് പറഞ്ഞത്. ക്യാഷിന് ഇവിടെ ക്രെഡിറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ക്യാഷ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. ക്യാഷ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഇവിടെയാണ് ചെയ്യേണ്ടത്. ഇനി എന്ത് പറഞ്ഞാണ്? ക്യാഷ് അക്കൗണ്ടിൽ ഒരിക്കലും ക്യാഷ് അക്കൗണ്ട് എന്ന് വരില്ല. ഓക്കെ, ക്യാഷ് അക്കൗണ്ടിൽ ഒരിക്കലും ക്യാഷ് അക്കൗണ്ട് വരില്ല. അതേപോലെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഒരിക്കലും ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് വരില്ല. പകരം അതിന്റെ കൂടെ എന്താണോ ഉള്ളത് ജേർണൽ എൻട്രിയിൽ ഉള്ളത് അതാണ് അവിടെ വരിക. അപ്പൊ നോക്കിയേ, ക്യാഷിന്റെ കൂടെ എന്താ ഉള്ളത്? പർച്ചേസ് ആണ് ഉള്ളത്. ഓക്കെ, നമ്മള് ഡെബിറ്റ് സൈഡിൽ എഴുതുമ്പോൾ നമ്മൾ ടു എന്ന് ആഡ് ചെയ്താണ് എഴുതുക. ഡെബിറ്റ് സൈഡിൽ എഴുതുമ്പോൾ ടു എന്ന് ആഡ് ചെയ്താണ് എഴുതുക. നമ്മൾ ഇവിടെ എഴുതേണ്ടത് എനിക്ക് ജേർണൽ എൻട്രിയുടെ കൂടെ ബൈ പർച്ചേസ് അക്കൗണ്ട് അപ്ലൈ ടു ക്യാഷ് അക്കൗണ്ട് എന്നാണ്. ഇങ്ങനെയാണ് വരേണ്ടത്. ബൈ നമ്മൾ എഴുതാറില്ല. ഓക്കെ, ബൈ പർച്ചേസ് അക്കൗണ്ട് അപ്ലൈ ടു ക്യാഷ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്യാഷ് അക്കൗണ്ടിൽ എന്ത് വരും? ബൈ പർച്ചേസ് അക്കൗണ്ട്. ബൈ പർച്ചേസ് അക്കൗണ്ട് ജൂലൈ 5 ആണ് ഡേറ്റ്. ബൈ പർച്ചേസ് അക്കൗണ്ട് എത്ര വരും? 3000 രൂപ വരും. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ ആദ്യം ചെയ്തത് ക്യാഷ് അക്കൗണ്ട് അപ്ലൈ ടു ക്യാപിറ്റൽ എന്നുള്ളത് ക്യാഷ് അക്കൗണ്ടിൽ ടു ക്യാപിറ്റൽ, ഡെബിറ്റ് സൈഡിൽ ടു ക്യാപിറ്റൽ. രണ്ടാമത്തത് പർച്ചേസ് അക്കൗണ്ട് അപ്ലൈ ടു ക്യാഷ് എന്നാണ്. അപ്പൊ ക്യാഷ് അക്കൗണ്ടിൽ ബൈ പർച്ചേസ് അക്കൗണ്ട് 3000.
മൂന്നാമത്തെ നോക്കിയേ, ജൂലൈ 10 ക്യാഷ് അക്കൗണ്ട് അപ്ഡേറ്റ് ടു സെയിൽസ് അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് അപ്ഡേറ്റ് ടു സെയിൽസ് അക്കൗണ്ട്. നോക്കിയേ, ക്യാഷ് അക്കൗണ്ടിൽ ക്യാഷ് എന്ന് നമ്മൾ കാണിക്കില്ല. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത്. അപ്പൊ നോക്കിയേ, ക്യാഷ് അക്കൗണ്ട് അപ്ഡേറ്റ് ടു സെയിൽസ് എന്നാണ്. ടു സെയിൽസ് അതിൽ തന്നെ ഉണ്ട്. ക്യാഷിന്റെ കൂടെ എന്താണോ ഉള്ളത് അതിനെയാണ് ചെയ്യേണ്ടത് ക്യാഷ് അക്കൗണ്ടിൽ. അപ്പൊ ടു സെയിൽസ് എന്ന് പറയുമ്പോൾ ടു എന്ന് പറയുമ്പോൾ എവിടെ എഴുതണം? ഡെബിറ്റ് സൈഡിൽ എഴുതണം. ജൂലൈ 10 ടു സെയിൽസ്. എത്ര വരും എമൗണ്ട്? 2000. ഓക്കെ, ടു സെയിൽസ് 2000 രൂപ. ഓക്കെ, ഇനി നോക്കിയേ അടുത്ത ട്രാൻസാക്ഷൻ, പർച്ചേസ് അക്കൗണ്ട് അപ്ഡേറ്റ് ടു ജയൻ. ഇതിൽ എവിടെയും ക്യാഷ് അക്കൗണ്ട് വരുന്നുണ്ടോ? ഇല്ല. അപ്പൊ അത് ക്യാഷ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യേണ്ട. രാജൻ അക്കൗണ്ട് അപ്ഡേറ്റ് ടു സെയിൽസ്. അതിൽ ക്യാഷ് അക്കൗണ്ട് വരുന്നുണ്ടോ? ഇല്ല. അപ്പൊ അതും എന്ത് ചെയ്യണ്ട? ക്യാഷ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യണ്ട. അപ്പൊ ഈ ഇത്രയും മാത്രമേ ഐറ്റം വരുന്നുള്ളൂ. അപ്പൊ എന്ത് ചെയ്യാം? നമുക്കിനി ഇത് ബാലൻസ് ചെയ്യാം, ടോട്ടൽ ചെയ്യാം. ടോട്ടൽ ചെയ്യുന്ന സമയത്ത് നോക്കിയേ, ഇതിന്റെ ടോട്ടൽ 3000 ആണ് വരുന്നത്, വേറെ ഒന്നുമില്ല. ഇവിടെ നോക്കിയേ, 10,000 2000 12,000 ആണ്. നമ്മൾ പറഞ്ഞു ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അസറ്റ് അക്കൗണ്ട് ആണ്. അസറ്റ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് ബാലൻസ് ആണ്. ഡെബിറ്റ് സൈഡ് ആയിരിക്കും കൂടുതൽ നിൽക്കുക. ഡെബിറ്റ് സൈഡ് അല്ലേ 12,000 രൂപ കൂടുതൽ നിൽക്കുന്നത്. അപ്പോൾ ടോട്ടൽ ചെയ്യുമ്പോൾ ഏതാണോ കൂടുതൽ അതാണ് നമ്മൾ രണ്ട് സൈഡിലും എഴുതേണ്ടത്. ഏതാ കൂടുതൽ? 12,000 ആണ് കൂടുതൽ, അതാണ് രണ്ട് സൈഡിലും നമ്മൾ എഴുതേണ്ടത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ 12,000-ൽ, അതായത് ഡെബിറ്റ് സൈഡാണ് കൂടുതൽ, ക്രെഡിറ്റ് സൈഡ് കുറവാണ്. ഈ 12,000-ൽ എന്ത് ചെയ്യണം? ഈ 3000 രൂപ കുറക്കണം. 12,000 3000 രൂപ കുറച്ച് എന്ത് കിട്ടും? 9,000 രൂപ കിട്ടും. ഇതിന് നേരെ നമ്മൾ എന്ത് ചെയ്യണം? ബാലൻസ് ക്യാരി ഡൗൺ, അല്ലെങ്കിൽ ബാലൻസ് C/D, ബാലൻസ് ക്യാരി ഡൗൺ 9,000 രൂപ. ഇനി നമ്മൾ ക്രെഡിറ്റ് സൈഡിലായതുകൊണ്ട് ബൈ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് എഴുതും. ബൈ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് എഴുതും. ഡെബിറ്റ് സൈഡ് ആണെങ്കിൽ ടു ബാലൻസ് ക്യാരി ഡൗൺ എന്ന് എഴുതും. ഓക്കെ, അപ്പൊ ക്രെഡിറ്റ് സൈഡ് ആയതുകൊണ്ട് ബൈ ബാലൻസ് ക്യാരി ഡൗൺ 9,000 രൂപ. ഓക്കെ, ഇനി നോക്കിയേ, ഇത് നമ്മൾ ഈ മാസം, അതായത് ജൂലൈ ലാസ്റ്റ് ആയിരിക്കും, ജൂലൈ 31-നായിരിക്കും നമ്മൾ ബാലൻസ് ക്യാരി ഡൗൺ ചെയ്യുന്നത്. ഇത് നെക്സ്റ്റ് ഓഗസ്റ്റ് 1-ന് എന്ത് ചെയ്യണം? ഈ ബാലൻസിങ് എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ബ്രോ ഡൗൺ ചെയ്യണം. അപ്പൊ ഡെബിറ്റ് സൈഡിൽ വരുമ്പോൾ ബൈ ബാലൻസ് ക്യാരി ഡൗൺ എന്നുള്ളത് ഉണ്ടാവും. ടു ബാലൻസ് ബ്രോ ഡൗൺ. ടു ബാലൻസ് ബ്രോ ഡൗൺ എത്രയാണ്? 9,000 രൂപ. ടു ബാലൻസ് ബ്രോ ഡൗൺ 9,000 രൂപ. ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ലെഡ്ജറിലോട്ട് പോസ്റ്റ് ചെയ്ത് നമ്മൾ ബാലൻസ് ചെയ്യുന്നത്. അപ്പൊ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു, ക്യാഷ് അക്കൗണ്ട്. ഓക്കെ, അപ്പൊ ഞാനിവിടെ അക്കൗണ്ട് ജസ്റ്റ് ഒന്ന് വരച്ചു വെച്ചിട്ടുണ്ട്. അടുത്ത അക്കൗണ്ട് വരക്കേണ്ടത് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. ഹെഡിങ് കൊടുക്കുക ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി നോക്കിയേ, നമ്മൾ ക്യാഷ് അക്കൗണ്ടിൽ ടു ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ഡെബിറ്റ് സൈഡിലാണ് കാണിച്ചത്. ക്യാപിറ്റൽ ക്രെഡിറ്റ് സൈഡിലാണുള്ളത്, ക്രെഡിറ്റിലാണുള്ളത്. അപ്പൊ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. ടു ക്യാപിറ്റൽ എന്നുള്ള ക്യാഷ് അക്കൗണ്ട് അപ്പ് ടു ക്യാപിറ്റൽ എന്നാണ്. അപ്പൊ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എന്ത് കാണിക്കണം? ബൈ ക്യാഷ് അക്കൗണ്ട്. ബൈ ക്യാഷ് അക്കൗണ്ട്. ഇവിടെ എന്താണ്, നമ്മൾ ഒരിക്കലും ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് കാണിക്കില്ല, അതിന്റെ കൂടെ ഉള്ളതാണ് കാണിക്കുക. അപ്പൊ ബൈ ക്യാഷ് അക്കൗണ്ട് എത്ര വരും? 10,000. ഓക്കെ, ഇനി ക്യാപിറ്റൽ അക്കൗണ്ട് നോക്കി, രണ്ടാമത്തെ പർച്ചേസ് അക്കൗണ്ട് അപ്പ് ടു ക്യാഷ്, ക്യാഷ് അക്കൗണ്ട് അപ്പ് ടു സെയിൽസ്, പർച്ചേസ് അക്കൗണ്ട് അപ്പ് ടു ജയൻ, രാജൻ അക്കൗണ്ട് അപ്പ് ടു സെയിൽസ്. എവിടെയും ക്യാപിറ്റൽ അക്കൗണ്ട് വരുന്നില്ല. അപ്പൊ എന്ത് ചെയ്യാം? ഇത് ബാലൻസ് ചെയ്യാം, ടോട്ടൽ ചെയ്യാം. ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ. നമ്മൾ പറഞ്ഞു ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രെഡിറ്റ് ബാലൻസ് ഉള്ളതാണ്. ടോട്ടൽ ചെയ്യാം 10,000. ഓക്കെ, അപ്പൊ ടു ബാലൻസ് ക്യാരി ഡൗൺ 10,000 ബൈ ബാലൻസ് ബ്രോ ഡൗൺ 10,000. ഇത് നെക്സ്റ്റ് മന്ത് ആണ്. ബാലൻസ് ക്യാരി ഡൗൺ ചെയ്യുന്നത് ജൂലൈ 31-ഉം ബാലൻസ് ബ്രോ ഡൗൺ ചെയ്യുന്നത് ആഗസ്റ്റ് 1-ഉമാണ്. നെക്സ്റ്റ് അക്കൗണ്ട് ഏതാണ്? പർച്ചേസ് അക്കൗണ്ട് അപ്പ് ടു ക്യാഷ്. ക്യാഷ് അക്കൗണ്ട് വരച്ചു. അപ്പൊ പർച്ചേസ് അക്കൗണ്ട്. നോക്കിയേ, പർച്ചേസ് അക്കൗണ്ട് അപ്പ് ടു ക്യാഷ്. ക്യാഷ് അക്കൗണ്ടിൽ ബൈ പർച്ചേസ് എന്നാണ് ചെയ്തത്. അപ്പോ പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ പർച്ചേസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ആണ് ചെയ്യുന്നത്. അപ്പൊ പർച്ചേസ് അക്കൗണ്ട് അപ്പ് ടു ക്യാഷ് എന്ന് പറയുമ്പോൾ പർച്ചേസ് അക്കൗണ്ടിൽ ടു ക്യാഷ് എന്ന് വരും. പർച്ചേസ് അക്കൗണ്ടിൽ ടു ക്യാഷ് എന്ന് വരും. ഓക്കെ, പർച്ചേസ് അക്കൗണ്ടിൽ ടു ക്യാഷ് എത്രയാണ്? 3000 രൂപ. പർച്ചേസ് അക്കൗണ്ടിൽ
ടു ക്യാഷ് 3000 രൂപ. ദെൻ നോക്കുക, പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കുക. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു സെയിൽസ്, പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ജയൻ ഉണ്ട്. ഓക്കെ, അപ്പൊ പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ജയൻ എന്നാണ്. പർച്ചേസ് അക്കൗണ്ടിൽ എന്ത് വരും? ടു ജയൻ. പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ജയൻ എത്ര വരും? 1500. ഓക്കെ, ലാസ്റ്റ് നോക്കി രാജൻ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു സെയിൽസ്. അപ്പൊ പർച്ചേസ് അക്കൗണ്ടിൽ വരില്ല, വേറെ ഒരു ഐറ്റം വരുന്നില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യാം? ഇത് ടോട്ടൽ ചെയ്ത് ടോട്ടൽ എന്ന് ശ്രദ്ധിക്കേണ്ടത് പർച്ചേസും സെയിൽസും എന്ന് പറയുന്നത് നോമിനൽ അക്കൗണ്ടിൽ വരുന്നതാണ്. അതായത് നമ്മുടെ നോമിനൽ അക്കൗണ്ടിൽ നമ്മൾ പറയുന്നത് നമ്മുടെ എല്ലാ എക്സ്പെൻസും ഇൻകം ആണ് നമ്മൾ നോമിനൽ അക്കൗണ്ടിൽ പറയുന്നത്. നോമിനൽ അക്കൗണ്ട് പൊതുവേ നമ്മൾ എന്ത് ചെയ്യാറില്ല? ബാലൻസ് ചെയ്യാറില്ല. അപ്പൊ ജസ്റ്റ് ഇതൊന്ന് ടോട്ടൽ ചെയ്തിട്ടാൽ മതി. നമ്മൾ നോമിനൽ അക്കൗണ്ട്, അതായത് നമ്മുടെ എന്താണ് എക്സ്പെൻസും ഇൻകം വരുന്ന അക്കൗണ്ട് നമ്മൾ പൊതുവെ ബാലൻസ് ചെയ്യാറില്ല. അപ്പൊ ഇതൊന്ന് ജസ്റ്റ് ടോട്ടൽ ചെയ്തിട്ടാൽ മതി. 4500. അപ്പൊ പർച്ചേസ് അക്കൗണ്ട് കഴിഞ്ഞു. ഇനി അടുത്ത അക്കൗണ്ട് സെയിൽസ് അക്കൗണ്ട് ആണ്. സെയിൽസ് അക്കൗണ്ട് നോക്കിയേ, ഫസ്റ്റത്തെ 2 ട്രാൻസാക്ഷൻ സെയിൽസ് ഇല്ല, മൂന്നാമത്തതിന് ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു സെയിൽസ് അക്കൗണ്ട് ആണ്. അപ്പൊ സെയിൽസ് അക്കൗണ്ടിൽ എന്ത് വരും? സെയിൽസ് അക്കൗണ്ടിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ബൈ ക്യാഷ് എന്ന് വരും. സെയിൽസ് അക്കൗണ്ടിൽ ബൈ ക്യാഷ്, കാരണം ക്യാഷ് അക്കൗണ്ടിൽ ടു സെയിൽസ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ചെയ്തു. അപ്പോ എന്താണ്? സെയിൽസ് അക്കൗണ്ടിൽ എന്ത് വരും? ബൈ ക്യാഷ് എന്ന് പറഞ്ഞ് 2000 രൂപ വരും. ഓക്കെ, ഇനി നോക്കാം. ജൂലൈ 15 പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ജയൻ, അത് സെയിൽസ് അക്കൗണ്ട് വരില്ല. ജൂലൈ 20 രാജൻ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു സെയിൽസ്. രാജൻ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു സെയിൽസ് എന്നാണ്. അപ്പൊ സെയിൽസ് അക്കൗണ്ടിൽ എന്ത് വരും? ബൈ രാജൻ അക്കൗണ്ട്. ബൈ രാജൻ അക്കൗണ്ട് എത്ര വരും? 2500. ഓക്കെ, പോസ്റ്റ് ചെയ്യുന്നത് മനസ്സിലായോ? രാജൻ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു സെയിൽസ് എന്ന് പറയുമ്പോൾ സെയിൽസ് അക്കൗണ്ടിൽ ബൈ രാജൻ അക്കൗണ്ട് 2500. ഇതും സെയിൽസ് എന്ന് പറയുന്നത് ഇൻകം ആണ്. അപ്പോൾ നമ്മൾ നോമിനൽ അക്കൗണ്ടിൽ വരുന്നതാണ്. അപ്പൊ ഇതും എന്ത് ചെയ്യണ്ട? ബാലൻസ് ചെയ്യണ്ട, ടോട്ടൽ ചെയ്താൽ മതി. 4500. ഓക്കെ, 4500. ഇനി നോക്കാം, ഇനി ആരുടെ അക്കൗണ്ട് വരക്കണം? ഇനി ജയന്റെ അക്കൗണ്ട് വരക്കണം, രാജന്റെ അക്കൗണ്ട് വരക്കണം. അടുത്തത് ജയൻസ് അക്കൗണ്ട്. ഓക്കെ, ജയന്റെ അക്കൗണ്ടിൽ ഒരു ട്രാൻസാക്ഷനേ വരുന്നുള്ളൂ, പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ജയൻ എന്നാണ്. അപ്പൊ ജയൻ അക്കൗണ്ടിൽ എന്ത് വരും? ജയൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. അപ്പൊ എന്ത് വരും? ജയൻ അക്കൗണ്ടിൽ ജയൻ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരിക്കലും വരില്ല, പകരം അതിന്റെ കൂടെയുള്ള എന്താണ്? പർച്ചേസ്. അപ്പോൾ ജയന്റെ അക്കൗണ്ടിൽ എന്ത് വരും? ബൈ പർച്ചേസ് അക്കൗണ്ട്. ബൈ പർച്ചേസ് അക്കൗണ്ട് എത്രയാണ് എമൗണ്ട്? 1500. വേറെ ഒന്നും വരുന്നില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യണം? നോക്കാം, ജയനുമായിട്ട് ബന്ധപ്പെട്ട വേറെ ഒരു ട്രാൻസാക്ഷനും ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? ഇത് ബാലൻസ് ചെയ്യുക, ടോട്ടൽ ചെയ്യുക. അപ്പോൾ ഇത് ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ ടു ബാലൻസ് ക്യാരി ഡൗൺ എത്ര? 1500 തന്നെ. ടു ബാലൻസ് ബ്രോ ഡൗൺ 1500. ഓക്കെ, ഇനി ലാസ്റ്റ് അക്കൗണ്ട് രാജൻസ് അക്കൗണ്ട് ആണ്. രാജൻ അക്കൗണ്ട്. ഓക്കെ, രാജൻ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു സെയിൽസ് എന്നാണ്. അപ്പൊ രാജൻ അക്കൗണ്ടിന് എന്താ? ഡെബിറ്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ രാജൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത്. രാജൻ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു സെയിൽസ് എന്നാണ്. അപ്പൊ രാജൻ അക്കൗണ്ടിൽ എന്ത് വരും? ടു സെയിൽസ്. എന്ന് പറയുമ്പോൾ ഏത് സൈഡിൽ വരും? ഡെബിറ്റ് സൈഡിൽ വരും. ടു സെയിൽസ്. രാജൻ അക്കൗണ്ടിൽ ടു സെയിൽസ് എന്നാണ് വരിക. എത്രയാണ് എമൗണ്ട് വരിക? 2500 ആണ് എമൗണ്ട് വരിക. വേറെ ഐറ്റം ഒന്നും ഇല്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യുക? ടോട്ടൽ ചെയ്യുക. 2500. ഇത്ര ഒന്നും ഇല്ലല്ലോ. അപ്പോൾ എന്താണ്? ഇത് ഡെബിറ്റ് ബാലൻസ് ആയതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിലാണ് ബാലൻസ് ക്യാരി ഡൗൺ വരിക. ബാലൻസ് ക്യാരി ഡൗൺ 2500. ഇത് ബ്രോ ഡൗൺ ചെയ്യുമ്പോൾ എവിടെ വരും? ഡെബിറ്റ് സൈഡിൽ ടു ബാലൻസ് ബ്രോ ഡൗൺ 2500. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്താണ് ജേർണലിന് ലെഡ്ജറിലോട്ട് പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇനിയും എന്താണ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.